ഉലമായുടെ അജയ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പ്രാവശ്യം സംസാരിച്ചപ്പോഴും അദ്ദേഹം ബഹുമാനപ്പെട്ട അവരുകളെ ഇവിടെ ഖാദിയായി നിശ്ചയിക്കുന്നതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. പിന്നെ കുട്ടികളിങ്ങനെ പലതും പറയും, അത് സ്വാഭാവികമാണ്. അതിലേക്കൊന്നും ആരും നോക്കണ്ട. ഇത് കർണാടകയാണ്, ദക്ഷിണ കർണാടകയാണ്. ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പിന്നിൽ അണിനിരന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരാണ്. ഈ ഐക്യത്തെയും സാഹോദര്യത്തെയും ഈ കെട്ടുറപ്പിനെയും ആരെങ്കിലും അത് തകർത്താൻ വേണ്ടി വല്ല ആസൂത്രണവും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഈ അവസരത്തിൽ ഉപദേശിക്കുകയാണ്. ബന്ദർ കേന്ദ്രീകരിച്ച് ചുറ്റുവട്ടത്തുള്ള ഈ ബന്ദർ മഹലിൽ ഇപ്പൊ തങ്ങളെ നാസറയ്യ തങ്ങളെ കാലിയാക്കിയതിന്റെ തൊട്ടടുത്ത മഹല്ലുകൾ തന്നെ പല മഹല്ലുകളും തങ്ങളെ കാലിയായിട്ട് ബയ്യത്ത് ചെയ്തിട്ടില്ല. അവരതിന് പറഞ്ഞ കാരണം അവിടെയുള്ള സമസ്തക്കാരായ ആളുകൾക്ക് മൊത്തത്തിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ സയ്യിദ് നാസർ ഹയ്യ തങ്ങളോടുള്ള വിരോധമല്ല, അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും നിലക്കുള്ള പണക്കവുമല്ല, മറിച്ച് സമസ്ത ഒരു വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചു. CIC-യുമായി ബന്ധപ്പെട്ട സമസ്ത ഒരു തീരുമാനം പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടും ഈ CIC-യുടെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് എന്നാണ് എന്റെ അറിവ്. അപ്പോ ഇതിൽ പ്രതിഷേധമുള്ള, അങ്ങനെ സമസ്തയുടെ ഒരു തീരുമാനം അംഗീകരിക്കാതെ അല്ലെങ്കിൽ സമസ്ത നടപടിയെത്തൊരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്ന ഒരാളെ നമ്മുടെ കാലിയായിട്ട് വയ്യത്ത് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ തുറന്നു പറഞ്ഞതാണ്. അവരത് തുറന്നു പറഞ്ഞത് രഹസ്യം നല്ലത്, അവരത് തുറന്നു പറഞ്ഞത്. അവർ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. അപ്പൊ ആ നിലക്ക് ആ നാട്ടിലുള്ള സമസ്തക്കാരായ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ഈ കുറെ പുറത്തുനിന്നുള്ള ചില, ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ഈ സുഹാബിസം ഇൻജക്ട് ചെയ്യാൻ വേണ്ടി കാലങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ കാലി ബയ്യത്ത് ചടങ്ങിനെ അതിനൊരു ആയുധമാക്കി ഉപയോഗിക്കാൻ വേണ്ടി ഇതുപോലുള്ള കുറെ പ്രചരണങ്ങളും പിന്നെ സമസ്ത വിരുദ്ധരായ ആളുകളുടെ ഒരു ഏകീകരണമൊക്കെ ഉണ്ടാക്കിയിട്ട് ചില കളികളൊക്കെ കളിച്ചപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുന്ന ആളുകൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ പരിപാടിയിൽ അവരൊന്നും പങ്കെടുക്കാതിരുന്നത്. ഇനി മറ്റൊരു കാര്യം, അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ MT ഉസ്താദിനൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും എന്ന് ഞാൻ പറയാൻ കാരണം, ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവിടെ പ്രസംഗിക്കുന്നത് ഈ ഐക്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ആരായാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി ഉസ്താദ് ഭയങ്കര താക്കീതോടുകൂടി പ്രസംഗിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുക, MT ഉസ്താദിനെ ആരോ കൂടെ പെട്ടിയൊക്കെ താങ്ങിപ്പോയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, പണ്ട് നമ്മളെ വാക്ക് തന്ന ആളാന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ. ആളങ്ങൾക്ക് മനസ്സിലായില്ലേ? മക്കയിന്ന് വാക്ക് തന്നു എനിക്ക് എന്നൊക്കെ പറഞ്ഞ ആള്. അപ്പൊ നമ്മളെ കാദിനെ പിടിച്ച് മുത്തവലിനെ പിടിച്ച് കൊണ്ട് കാലിയാക്കിയേ അദ്ദേഹമൊക്കെ വലിയൊരു പെട്ടിയും കൊണ്ട് MT ഉസ്താദിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ കൂടെ ഈ പിന്നെ MT ഉസ്താദിനെ പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പങ്കെടുപ്പിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ഉസ്താദിന്റെ ആ വാചകത്തിൽ തന്നെ പിന്നെ കൃത്യമായും വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ MT ഉസ്താദ് തീർത്തും തെറ്റിദ്ധരിച്ചുകൊണ്ട് നടത്തിയൊരു പ്രസംഗമാണത്. എന്താ കാരണം? ഇവിടെ പങ്കെടുത്ത ആളുകളൊക്കെ സമസ്തക്കാരാണെന്നും അപ്പൊ ഇവിടുന്ന് പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ആളുകളൊക്കെ സമസ്ത വിരുദ്ധരാണ് എന്നൊക്കെ MT ഉസ്താദിനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ വിഷയം എന്താണ്? ഇദ്ദേഹത്തെ പിന്നെ നാസർ ഹയ്യ തങ്ങൾ CIC-യുടെ വക്താവായി നിൽക്കുന്നതിൽ പ്രതിഷേധമുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരാണ്. കർണാടകയിലെ സമസ്ത പ്രവർത്തകരുടെ സമസ്തയോടുള്ള സ്നേഹത്തിനെ കുറിച്ചൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അത് നമ്മൾ കണ്ടതാണല്ലോ 100-ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പൊ അവർക്കറിയാം ആ ഒരു പ്രതിഷേധം കൊണ്ട് അവർക്ക് ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അവർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ബാഹ്യമായ ചില പ്രചരണങ്ങൾ അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സയ്യിദുൽ ഉലമയെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലയാതി പ്രചരണങ്ങളല്ലേ, ഞാനതിൽ വിശദമായിട്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടായിരിക്കും. MT ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ അത് MT ഉസ്താദ് അറിയാതെ പറഞ്ഞതായിരിക്കും, തെറ്റിദ്ധരിച്ച് പറഞ്ഞതായിരിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ആത്മാർത്ഥമായ സമസ്തയുടെ ഖാദിമീങ്ങൾക്ക് എതിരെയുള്ള ഒരു ആക്രോശമായിട്ടല്ലേ അവര് അത് പിന്നെ കേൾക്കുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചുതരാം. അവിടെയുള്ള സമസ്തയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽപ്പെട്ട ഒരാളുടെ വോയിസ് വളരെ മനോവിഷമത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. അത് കേൾക്കുമ്പോൾ ഏകദേശം അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആരെപ്പാട് നടന്നത് എന്താ? അവിടെ വരാത്ത ആള്, സഹകരിക്കാത്ത ആള്, അവരൊക്കെയും സമസ്ത വിരുദ്ധരാണ്.
സമസ്ത വിരുദ്ധരാണ്, അങ്ങനെ കുട്ടികൾ പലതും പറയുന്ന എം ടി ഉസ്താദ് പറഞ്ഞത്. പക്ഷെ ഈ കുട്ടികൾ ആരാ അറിയോ? അന്ന് CIC-ന്റെ വിഷയത്തിൽ സമസ്തക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ വിദേഹത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ എം ടി ഉസ്താദ് കിതാബും അതൊക്കെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞപ്പോ അത് ഉൾക്കൊണ്ട് മനസ്സിൽ കർണാടകക്കാർ ഓരോരുത്തർ CIC-ക്കാർ പ്രശ്നക്കാർ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ CIC-നോട് പൊരുതാൻ നിന്ന ആൾക്കാരാണ്. ആ പൊരുതാൻ നിന്ന ആൾക്കാരെ ഇന്ന് കുട്ടികളെന്ന് വിളിച്ചിട്ട് CIC-നൊപ്പം നിൽക്കുന്ന ആ കാലിനെയും അല്ലെങ്കിൽ തലപ്പാവ് ധരിക്കുന്ന CIC-ന്റെ നേതാവിനെയും ഒക്കെ മടിയിലിരുത്തിയിട്ട് ഇവരെല്ലാം നല്ല ആൾക്കാരാണ്, പിന്നെ ഇവരെ എതിർക്കുന്ന ആളെല്ലാം മോശപ്പെട്ടവരെ കുട്ടികളാണ്, നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവിടെ എവിടെയായി ഞാൻ എന്തിനു തോന്നിയെന്ന് ചോദിക്കുന്നില്ല. അവിടത്തേക്ക് എത്തി സ്ഥിതി കണ്ടില്ലേ? ഇത് അവരുടെ വിഷമാണ്, അവരുടെ മനസ്സിന്റെ വേദനയാണത്. അതായത് ഇവിടെ പങ്കെടുക്കാത്ത ആളുകള് അവര് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ന് ആരോ എം ടി ഉസ്താദിനെ ധരിപ്പിച്ചു. അദ്ദേഹം ആ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ സംസാരിച്ചു. പക്ഷേ എന്താണ് വസ്തുത? ഇദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, CIC-യുമായി ബന്ധപ്പെട്ട് സമസ്ത തീരുമാനമെടുത്തപ്പോ ഈ എം ടി ഉസ്താദൊക്കെയാണ് CIC വിഷയവുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കുന്നതിൽ മുന്നണി പോരാളിയായിട്ടുണ്ടായിരുന്നത്. ശക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാടെടുക്കാൻ വേണ്ടി നഖശിഖാന്തം ഈ വിഷയത്തിൽ അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും അവർക്കെതിരെ തെളിവുകൾ ഹാജരാക്കുകയും അവർക്കെതിരിൽ ശക്തമായി മുഷാവറയിൽ പോലും വാദിച്ച് ഈ നിയമം നടപ്പിലാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് എം ടി ഉസ്താദ്. ഈ എം ടി ഉസ്താദ് തന്നെ ഈ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് കിതാബുകളൊക്കെ ഉയർത്തിക്കൊണ്ട് വിശദീകരിച്ചു. ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ സമസ്ത തീരുമാനിച്ച ഒരു വിഷയം എന്നുള്ളവർക്ക് സമസ്തന്റെ കൂടെ നിന്നു. അതുകൊണ്ട് സമസ്തയെ ധിക്കരിച്ചു പോയ ഈ CIC-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ഒരു കാലിയാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് അത് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നു. അപ്പൊ ഞങ്ങൾ മാറി നിൽക്കാനുള്ള യഥാർത്ഥ കാരണം ആര്? ഈ എം ടി ഉസ്താദ് അടക്കമുള്ള ആളുകളല്ലേ. അപ്പൊ ഇപ്പൊ ഇവരോട് സഹകരിച്ചു കണ്ട് ഇവരുടെ കൂടെ കൂടിയാണ്ട് നമ്മളെ ഒരു കുട്ടികള് പുറത്ത് പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വേദനയാണ് അവരാ പറയണത്. ഇത് അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? എല്ലാ നേതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലത്. അതായത് ഇപ്പൊ ഈ CIC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമസ്തയുടെ നിലപാട് വന്നതിന്റെ പേരിൽ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് വാഫി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. നമ്മളെ കാര്യം പറയാം, നിരവധി വാഫി സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു. വളരെ അടുപ്പക്കാരായ വാഫി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ നമ്മൾ അകന്നു, അല്ലെങ്കിൽ അകലേണ്ടി വന്നു. എന്തുകൊണ്ട്? നമുക്ക് അവരോട് വല്ല വ്യക്തിവിരോധം ഉണ്ടോ? ഇല്ല. സമസ്തയുടെ കൂടെ നിൽക്കാന്നായിരുന്നു നമ്മളെ മൈൻഡ്. അതുകൊണ്ട് മാത്രമല്ല, അവരുടെ പ്രോഗ്രാമുകളിൽ നിന്ന് നമ്മൾ അകന്നു നിന്നു. ഹുദവികളെ പോലെയല്ല വാഫികള്. ഹുദവികൾ എന്ന് പറഞ്ഞാൽ അവർ പണ്ടേ അവരുടെ ഹാദിയ സംവിധാനങ്ങളൊക്കെ പറഞ്ഞാൽ അവർ പ്രത്യേക ഒരു കമ്മ്യൂണിറ്റി പോലെ പോവുകയാണ്. വളരെ കുറഞ്ഞ ചില ഹുദവികൾ മാത്രമാണ് സംഘടനയിൽ വളരെ സജീവമായിട്ടുള്ളത്. വാഫികൾ അങ്ങനെയല്ല. വാഫികൾ, നമ്മളൊക്കെ അറിയുന്ന വാഫികൾ നിരവധി ഉണ്ട്. അവർ ആത്മാർത്ഥമായി SKSF-ന്റെ സജീവ പ്രവർത്തകരായ കുട്ടികളുണ്ടായിരുന്നു. നൂറുകണക്കിന് കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ട് SKSF-നെ ചലിപ്പിക്കുന്ന വാഫി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആ മക്കളൊക്കെ ഇന്ന് സംഘടനയുമായി പാടെ അകന്നുപോയി, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തേണ്ടി വന്നു. എന്തുകൊണ്ട്? അവരോട് നമുക്കാർക്കും വ്യക്തിവിരോധം ഉണ്ടോ? ഇല്ല. എം ടി ഉസ്താദിനെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ സംഘം, അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായി നിലപാടുകൾ പറയുകയും ചില തെളിവുകൾ നിരത്തിക്കൊണ്ട് അവരുമായി അകന്നു നിൽക്കണമെന്നും അവരെ തിരുത്താൻ വേണ്ടി ശ്രമിച്ചവർ നേരെയാകണില്ല, അതുകൊണ്ട് നമ്മൾ അവരുമായി ഒരു ബന്ധമില്ല എന്നൊക്കെ തുടരെ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴാണ് നമ്മളൊക്കെ അകന്നു നിന്നത്. അതുപോലെ തന്നെയാണ് ഈ കർണാടകക്കാരായ ഈ ആളുകൾ, ഈ പരിപാടിയിൽ വരാത്ത ആളുകളൊക്കെ അകന്നു നിന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ ആ ഒരു വിഷയത്തിന്റെ പേരിലാണ്. എന്നിട്ട് ഈ പറഞ്ഞ ആളുകളിൽ തന്നെ പലരും ഇവരുമായി സഹകരിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ ഇപ്പൊ ഒന്നെ നിങ്ങൾ കണ്ടില്ലേ. ഇതിപ്പോ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ ഒരു മുദർരിസ് ഉണ്ട്, വാഫി CIC-യുടെ അവരുടെ പുതിയൊരു കമ്മിറ്റി വന്നിട്ടുണ്ട്. ആ കമ്മിറ്റിയിലെ എന്തോ ഒരു പ്രത്യേക തസ്തികയിലുള്ള ഒരാളായിട്ട് പട്ടിക്കാട് ജാമിഅ നൂരിയ സമസ്തയുടെ നേരിട്ട് നടത്തുന്ന സ്ഥാപനം എന്നാണല്ലോ പറയപ്പെടാറുള്ളത്. ആ സ്ഥാപനത്തിൽ ഒരു അധ്യാപകനുണ്ട്. CIC-കാരുടെ പുതിയ കമ്മിറ്റിയിലുള്ള ഒരു കമ്മിറ്റി പ്രതിനിധിയായിട്ട് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ SYS-ന്റെ പ്രസിഡന്റ് CIC-യുടെ പ്രസിഡന്റാണ്. മലപ്പുറം ജില്ലാ SYS-ന്റെ സെക്രട്ടറി, അദ്ദേഹം ഒരു വാഫി സ്ഥാപനം നടത്തുന്ന ആളാണ്. പിന്നെ ഇവര് പല ആളുകളും ഇവരുടെ പരിപാടിയിൽ സ്ഥിര ക്ഷണിതാക്കളാണ്, പങ്കെടുക്കുകയാണ്. അപ്പൊ ഈ പ്രവർത്തകരായ ആളുകളോട് CIC-യുമായി സമസ്തക്ക് ബന്ധമില്ല, അവരുമായി നമ്മൾ സഹകരിക്കൂല, കാരണം സമസ്തയുടെ നിർദ്ദേശങ്ങൾ അവർ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപനം നടത്തി. സാധാരണക്കാരായ പ്രവർത്തകർ അത് അനുസരിച്ചു, നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് സമസ്തയുടെ കൂടെ കട്ടക്ക് നിന്നു. അതാണ് ഇവർ ചെയ്ത തെറ്റ്. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇവിടെ വരാത്ത ആളുകൾ, പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവര് വേദനിക്കൂലേ? പ്രവർത്തകർ വേദനിക്കൂലേ? കർണാടകയിലുള്ള സമസ്തയുടെ പ്രവർത്തകർ എം ടി ഉസ്താദ് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും എം ടി ഉസ്താദിന്റെ ഈ വാക്കുകളിൽ അവർ വലിയ മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. എന്തിനാണ് ഞങ്ങൾ ആക്ഷേപിച്ചത്?
സമസ്തയുടെ കൂടെ നിന്നതിന്റെ പേരിൽ MT ഉസ്താദ് അടക്കമുള്ള ആളുകൾ കിതാബുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് CIC വിഷയത്തിൽ സമസ്തയുടെ നിലപാട് അജയ്യമാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലല്ലേ ഞങ്ങൾ സമസ്തന്റെ കൂടെ നിന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് അവർ മറുപടി പറയേണ്ടിരും. അപ്പോ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ വന്യവയോധികരായ MT ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാരെ സ്വകാര്യം പറഞ്ഞും കൂടെ കൂടിയും തെറ്റിദ്ധരിപ്പിച്ചുമൊക്കെ ആ ആളുകൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ സമസ്തയുടെ കൂടെ നിന്ന ആളുകൾ അവർ വലിയൊരു വിഭാഗം ആളുകൾ ഇന്നും കർണാടകയിലുണ്ട്. കർണാടകയിൽ നിങ്ങളുടെ ഒരു ഫിത്നയും വേവാൻ പോകുന്നില്ല. കർണാടകക്കാർക്ക് എന്താണ് അവിടെ നടന്നത് എന്നും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്നും കൃത്യമായി ബോധ്യം